LDF-ന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും. ഇതാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത. എല്ലാ മേഖലയിലും ബദൽ നയമുണ്ട്. ഇപ്പൊ ദാരിദ്ര്യം, അതിൽ പരമദരിദ്ര കുടുംബങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യയുടെ 0.7% പരമദരിദ്ര കുടുംബങ്ങൾ. വേണമെങ്കിൽ ഒരു സംസ്ഥാനത്തെ അവഗണിക്കാം, വളരെ ചെറിയ നമ്പറാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അവഗണിക്കലല്ല CPIM-ന്റെയും LDF-ന്റെയും നിലപാട്. അത് ഗൗരവമായി കണ്ടു. 64,006 കുടുംബങ്ങളാണ്. ആ 64,006 കുടുംബങ്ങളെയും പട്ടികപ്പെടുത്തി അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കണമെന്ന് കണ്ടു. അതിൻ്റെതായ നടപടികളിലേക്ക് കടന്നു. 2 വർഷം മുൻപാണ് ലക്ഷ്യം പ്രഖ്യാപിച്ചു. 2025 നവംബർ 1 ഈ 64,006 കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. 2 വർഷം പിന്നിട്ടു. 3-ാമത്തെ വർഷം ഇത് 2025 നവംബർ 1 നമ്മൾ പോകുന്നു. ഒരു സംശയമില്ല, നവംബർ 1 ഈ കേരളത്തിൽ ഒരു പ്രദേശത്തും ഒരു പരമദരിദ്ര കുടുംബവും ഉണ്ടാകില്ല. ഇത്തരമൊരു കാര്യം പ്രസ്താവിക്കാൻ ഈ രാജ്യത്ത്, വിശാലമായ രാജ്യമാണല്ലോ, മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ? മറ്റെവിടെയെങ്കിലും ഇത്തരമൊരു നിലപാട് എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ നടപ്പാക്കുന്ന ഇതേ നവോദാരവൽക്കരണ നയമല്ലേ? അതിന്റെ ഭാഗമായുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കുകയല്ലേ? അതെവിടം വരെ എത്തുന്നു? 14 മണിക്കൂർ ജോലി ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കടക്കം ആ നയം എത്തിച്ചേരുന്നു. കോൺഗ്രസിന് അത്തരമൊരു പ്രഖ്യാപനമടക്കം നടത്താൻ കഴിയുന്നു. അതാണ് ഈ നയത്തിന്റെ പ്രത്യേകത. അവിടെയാണ് നയത്തിന്റെ പ്രത്യേകത. നമ്മുടെ സംസ്ഥാനം അതീവ ദുരിതാവസ്ഥയിലായ ദുരന്തങ്ങൾ നേരിട്ട ഒരു സംസ്ഥാനമാണ്. ദുരന്തം നാം നേരിട്ട പ്രകൃതി ദുരന്തത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 2011-2016 കാലത്ത് പ്രത്യേകമായ ദുരന്തങ്ങളൊന്നും നേരിടേണ്ടി നമുക്ക് വന്നില്ല. പക്ഷേ UDF-ന്റെ ഭരണം എന്ന ആ ദുരന്തത്തിന്റെ ഭാഗമായി തകരാത്ത ഏതെങ്കിലും മേഖല ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അവസ്ഥ? ഇപ്പോ നിങ്ങളിവിടെ നാഷണൽ ഹൈവേയുടെ പണി തകൃതിയായി നടക്കുന്നത് കാണുകയാണല്ലോ. ഇത് നേരത്തെ നടക്കേണ്ടതായിരുന്നല്ലോ. എന്താണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം? UDF-ന്റെ കാലം, അന്ന് ഈ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കേണ്ട പ്രശ്നം ഉയർന്നു വന്നു. ചില അഭിപ്രായങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. അതിന് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഞാൻ, എൻ്റെ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ. ആ യോഗം ഏകണ്ഠമായ ഒരു തീരുമാനമെടുത്തു. 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണം. ബ്ലാങ്ക് ചെക്ക് UDF ഗവൺമെന്റ് നൽകുകയാണ്. എടുത്തോ? എടുത്തില്ലല്ലോ. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിൽ പ്രതീക്ഷ വെക്കാതിരുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനം അത്യന്തം പരിതാപകരമായ അവസ്ഥയിൽ. നാം കാണേണ്ടത് നാടിൻ്റെ പുരോഗതിക്ക്, കൂടുതൽ വളർച്ചയ്ക്കും വികസനത്തിനും ഗതാഗത സൗകര്യം കൂടണ്ടേ? അതിലേറ്റവും പ്രധാനപ്പെട്ടതല്ലേ റോഡ് ഗതാഗതം? സൗകര്യമുള്ള റോഡുകൾ വേണ്ടേ? നമ്മുടെ സംസ്ഥാനവുമായി തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. നമ്മൾ ആ കാലത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ അതിർത്തിയിലെത്തുന്നത് വരെ വിഷമം. റോഡ് കുണ്ടും കുഴിയും, വീതിയില്ല, വലിയ ബ്ലോക്ക്, എല്ലാ തരത്തിലും വിഷമം, വല്ലാത്ത പ്രയാസം. അതിർത്തിയെ കടന്നാൽ പിന്നെ സുന്ദരമായ റോഡ്, വീതിയുള്ള റോഡുകൾ. ഇതല്ലേ നമ്മൾ പിറകോട്ട്. ഇത് റോഡിന്റെ യാത്രയുടെ പ്രശ്നം മാത്രമല്ല, നാടിന്റെ വികസനത്തിന്റെ പ്രശ്നമാണ്. ആ കാലത്ത് കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറായിക്കൊണ്ട് ചില വ്യവസായികൾ വരുന്നു. അപ്പോൾ നിക്ഷേപിക്കേണ്ട സ്ഥലത്തേക്ക് പോകണമല്ലോ. ആ യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അന്ന് അനുഭവിക്കുന്ന ദുർഘടം ആ നിക്ഷേപകനും അനുഭവിക്കുന്നു. പക്ഷെ നിക്ഷേപകൻ എന്തിന് ആ ദുർഘടം അനുഭവിക്കണം? ഇത് വലിയ പ്രയാസമാണ് എന്ന് കണ്ടേ അദ്ദേഹം ആ യാത്രയോടുകൂടി ഇവിടുത്തെ നിക്ഷേപം വേണ്ടാന്ന് വെക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, അവിടെ നിക്ഷേപിക്കുന്നു. അങ്ങനെ മാറിപ്പോയ പദ്ധതികൾ എത്ര? ഒരുപാടെണ്ണം.
അപ്പൊ നാടിന്റെ വികസനത്തെ അടക്കം തടയുന്ന നിലപാടായിട്ടാണിത് മാറിയത്. എന്നിട്ട് മാറ്റമില്ല. ആ ഉദാഹരണം 2016 ശേഷം അതിന് സംഭവിച്ച അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്താണ് ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം? അത് നാടിന്റെ വികസനമാണ്. ജനങ്ങളുടെ ഭാവി കണ്ടുകൊണ്ടുള്ള നാടിന്റെ വികസനം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഏത് ഗവൺമെന്റ് ആയാലും. LDF സർക്കാർ തുടക്കം മുതൽ തന്നെ അത് പറഞ്ഞിരുന്നു. LDF തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളാണല്ലോ നടപ്പാക്കി തുടങ്ങിയത്. നേരത്തെ എതിർപ്പ് കൊണ്ട് ഭൂമി എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണല്ലോ ഈ ഭൂമിയെല്ലാം ഏറ്റെടുക്കൽ നടന്നത്. ഇപ്പൊ എത്ര ഭംഗിയായാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്താണ് പ്രശ്നം? ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരും. അതല്ലെങ്കിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ചില വ്യക്തികൾക്ക് ഉണ്ടായി എന്ന് വരാം. അവർ എതിർപ്പ് ഉന്നയിക്കുന്നു. ആ നിക്ഷിപ്ത താല്പര്യത്തോടെ ഗവൺമെന്റിന്റെ ഭാഗമായ കക്ഷികൾ തന്നെ പെരുമാറിയാലോ? അതല്ലേ സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതിരുന്നത്. ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു അനുഭവം പറയാം. മലപ്പുറം ജില്ലയിൽ പരസ്യമായി മാധ്യമങ്ങളോട് പറയാണ്, ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. ഏത് ഭൂമി ഏറ്റെടുക്കൽ. ഇപ്പൊ എന്റെ ഭൂമി ഏറ്റെടുത്തു, കിട്ടിയ പൈസയുടെ കണക്ക് പറഞ്ഞു. വൻപിച്ച പണമാണ് എനിക്ക് കിട്ടിയത്. ഇതിനെ ഞാൻ എതിർത്തത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതല്ലേ നാടിന്റെ പ്രതികരണമല്ലേ അങ്ങനെ വന്നത്? നാടിന്റെ വികസനത്തിന്റെ കൂടെ നിൽക്കേണ്ട ഗവൺമെന്റ് നിക്ഷിപ്ത താല്പര്യത്തിന്റെ വക്താക്കളായി മാറിയതിന്റെ ഭാഗമായിട്ടല്ലേ തടഞ്ഞുപോയത്. പക്ഷേ നമുക്കതിന് പിഴയടക്കേണ്ടി വന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, നിങ്ങളെ സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കാൻ വലിയ വിലയാണ്, അതുകൊണ്ട് നിങ്ങൾ എടുക്കണം ആ ഭൂമി. ആര്? സംസ്ഥാനം. രാജ്യത്തെല്ലായിടവും അന്നും ഇന്നും എല്ലാ കാലത്തും നാഷണൽ ഹൈവേക്ക് വേണ്ട ഭൂമി നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എടുക്കുന്നത്. അതിന്റെ മുഴുവൻ ചെലവും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. സ്വാഭാവികമായും നമ്മൾ തർക്കിച്ചു, അതെങ്ങനെയാണ്. പക്ഷെ അവര് വലിയ വാശിയിൽ നിൽക്കുകയാണ്. നമ്മൾ കെണിയിൽപ്പെട്ടിരിക്കുന്നു. നമുക്ക് നാഷണൽ ഹൈവേ വികസനം പെട്ടെന്ന് നടക്കണം. തർക്കം മൂത്തു. അവസാനം മധ്യസ്ഥമായി. ആ ഒത്തുതീർപ്പ് പ്രകാരം 25% സംസ്ഥാനം വഹിക്കണമെന്ന് പറഞ്ഞു. 5600 കോടി രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. കിഫ്ബിയിലൂടെയാണ് ആ പണം കണ്ടെത്തിയത്. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. നേരത്തെ ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നുവെങ്കിൽ ആ ബാധ്യത നമ്മൾ വഹിക്കേണ്ടി വരില്ല. ഇത് ഒരനുഭവം. ഇങ്ങനെ എത്രയെത്ര അനുഭവം. ഇപ്പൊ നമ്മുടെ വൈദ്യുതി എടമണിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള പവർ ഹൈവേ, ആ വൈദ്യുതി ലൈൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആരംഭിച്ചു. ഒരിടത്തെത്തി, അവിടെ നിന്ന് അവിടുത്തെ ആളുകൾ എതിർത്താൽ ഗവൺമെന്റ് അതിൽ ഇടപെടണ്ടേ? ഗവൺമെന്റ് തന്നെ ആ എതിർക്കുന്നവരുടെ കൂടെ കൂടി. പിന്നെ മുമ്പോട്ട് പോകുന്നില്ല. പവർ ഗ്രിഡ് കോർപ്പറേഷൻ സ്ഥലം വിട്ടു. 2016 LDF വരുമ്പോൾ ഇതാ അവസ്ഥ. ഞങ്ങൾ വേറെ മാസ്മരിക വിദ്യയൊന്നും കാണിച്ചില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു, ഇത് നാടിന് ആവശ്യമുള്ളൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലേക്ക് വൈദ്യുതി വരേണ്ട കാര്യമാണ്, നിങ്ങൾ സമ്മതിക്കണം. അവർ സമ്മതിക്കുമോ? അവരൊരു ഗവൺമെന്റിനെ മുട്ടുകുത്തിച്ചവരല്ലേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ തടയാമെന്നല്ലേ അവരുടെ ധാരണ. വീണ്ടും അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥനയാണല്ലോ നല്ല വഴി. പക്ഷെ അവര് കേൾക്കാൻ തയ്യാറില്ല. അപ്പൊ പിന്നെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇടപെടാൻ ഗവൺമെന്റിന് സാധിക്കുമല്ലോ. അവർക്ക് മനസ്സിലായി, പദ്ധതി പൂർത്തിയാകുകയും ചെയ്തു. അതല്ലേ വസ്തുത. അതിനല്ലേ ഗവൺമെന്റ് തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരു പദ്ധതിയെ തടയാൻ പുറപ്പെട്ടാൽ അതിന്റെ ഭാഗമായി പദ്ധതി മുടക്കാനാണോ ഗവൺമെന്റ്? പദ്ധതി നിർവഹിക്കാൻ നേതൃത്വം കൊടുക്കാനല്ലേ ഗവൺമെന്റ്? പിന്നെ ആ എതിർത്തവര് തന്നെ മറ്റു നടപടികൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഗവൺമെന്റിനെ സമീപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോ വൈദ്യുതി അതിലൂടെ പ്രവഹിച്ചു വരികയാണ്. നമ്മുടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിൽ പൈപ്പ് ലൈൻ, നമ്മളെ കൂടെയുള്ളവരെല്ലാം ലൈൻ പൂർത്തിയാക്കി ഗ്യാസ് അവിടങ്ങളിൽ പ്രവഹിച്ചു തുടങ്ങി. നമ്മുടെ ഇവിടെ സ്ഥലം എടുക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം ഈ കാലത്തല്ലേ, UDF കാലത്തല്ലേ? തയ്യാറില്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോ ഗ്യാസ് പൈപ്പിലൂടെ പോവുകയാണ്. നമ്മുടെ കുറെ അടുക്കളകളിലും ഫാക്ടറികളിലും ഒക്കെ ആ ഗ്യാസ് എത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇതല്ലേ നാടിന്റെ വികസനത്തിന് വഴിവെക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ പരിശോധിച്ചാൽ. ഗവൺമെന്റിന്റെ പ്രാഥമികമായ ബാധ്യത നിറവേറ്റാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? നാടിനോട് പ്രതിബദ്ധതയില്ലാത്തത് കൊണ്ട്, നാടിനോട് പ്രതിബദ്ധതയില്ലാത്തത് കൊണ്ട്. ഇപ്പോ നമ്മുടെ നാടിനെ വലിയ തോതിൽ പ്രയാസപ്പെടുത്താൻ, ബുദ്ധിമുട്ടിക്കാൻ ഉള്ള നടപടികളാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. ഏതെല്ലാം തരത്തിൽ ശ്വാസം മുട്ടിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി വലിയ സാമ്പത്തിക ഞെരുക്കം നമുക്ക് വന്നു. എന്താണ് അതിന് യഥാർത്ഥത്തിൽ ഇടയാക്കിയത്? കേരളത്തോട്
ഒരു പ്രത്യേക വിപ്രതിപത്തി കേന്ദ്ര ഭരണതലത്തിൽ ഉയർന്നു വരികയാണ്. ഇടതുപക്ഷത്തോട് വിപ്രതിയാകാം, ഇടതുപക്ഷത്തോട് ഇഷ്ടക്കേടാകാം, രാഷ്ട്രീയമായി എതിർപ്പാകാം. പക്ഷെ ഒരു നാടിനോടും നാട്ടുകാരോടും പാടുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ കേരളം. ഇപ്പൊ രാജ്യത്തിന്റെ ഭാഗമായി കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടാൻ അർഹതയുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം. നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാട് നമ്മോട് സ്വീകരിക്കുന്നുണ്ടോ? നാം സ്വീകരിക്കുന്ന ചില കാര്യങ്ങളോട് കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമില്ല. നിർഭാഗ്യവശാൽ കോൺഗ്രസിനും താല്പര്യമില്ല, ഇവിടെ UDF-നും താല്പര്യമില്ല. ചെറിയ ചെറിയ കാര്യം എടുത്താൽ മതി, വലിയ കാര്യം പിന്നെ എടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ, ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള വിവിധ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു നിൽക്കുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളടക്കം അത്ഭുതത്തോടെ വലിയ വരുമാനമില്ലാത്ത നമ്മുടെ നാടിനെ നോക്കി ആശ്ചര്യപ്പെടുന്നത് അതുകൊണ്ടാണ്. വികസിത രാഷ്ട്രങ്ങളുടെ സാമൂഹ്യ നേട്ടങ്ങൾ ചിലത് നേടാൻ കഴിഞ്ഞതും നമ്മുടെ ഈ പ്രത്യേകത കൊണ്ടാണ്. ഇവിടെ ക്ഷേമ പെൻഷന്റെ കഥകൾ എടുത്താൽ ക്ഷേമ പെൻഷനോട് ഒരു കാലത്തും യോജിപ്പില്ലാത്തവരായിരുന്നു വലതുപക്ഷം. കർഷക തൊഴിലാളി പെൻഷൻ ആദ്യം ഏർപ്പെടുത്തിയപ്പോൾ അതിന്റെ ദുർവ്യയത്തെക്കുറിച്ച് വലിയ തോതിൽ ആക്ഷേപിച്ച് നടന്നവരാണ് വലതുപക്ഷം. ചെറിയ സംഖ്യയായിരുന്നല്ലോ അന്ന് കൊടുത്തിരുന്നത്. പിന്നീടത് യാഥാർത്ഥ്യമായപ്പോൾ പൊതുവെ നാട് അംഗീകരിക്കുന്ന അവസ്ഥ വന്നു. വിവിധ വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നില വന്നു. ഒടുക്കം 2016 UDF-ന്റെ അവസാന കാലം കൊടുക്കാൻ തീരുമാനിച്ചത് 600 രൂപ, കുടിശ്ശികയാക്കിയത് 16 മാസം. ഇതല്ലേ വസ്തുത? 1.5 കൊല്ലത്തോളം കുടിശ്ശിക. അവിടുന്ന് LDF സർക്കാർ 2016 അധികാരത്തിൽ വരുന്നു. ആദ്യത്തെ ക്യാബിനറ്റ് എടുത്ത ആദ്യ തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അത് മെല്ലെ മെല്ലെ കയറാൻ തുടങ്ങി. 1600 ആ 1600 കൃത്യമായി എല്ലാ മാസവും കൊടുക്കാൻ തീരുമാനിച്ചു. അതിനായി ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചു. കമ്പനി വായ്പയെടുക്കും, കമ്പനിക്ക് പിന്നീട് സർക്കാർ കൊടുക്കും. അപ്പോ തടസ്സവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നു. എന്തിനാണ് ഇത്രയധികം പെൻഷൻ കൊടുക്കേണ്ട കാര്യം? ഇത് സാമ്പത്തിക നിലയെ ബാധിക്കുന്നല്ലേ? നമ്മള് നല്ല മയത്തിൽ തന്നെ മറുപടി പറഞ്ഞു, ആ നിലപാട് സ്വീകരിക്കാനാവില്ല. ഞങ്ങൾ ഈ നിലപാടാണ് നേരത്തെ മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു ദുർവ്യയമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെ അത് കൊടുക്കും, എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറുന്നു. എന്താ ചെയ്തത്? ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്പനി എടുക്കുന്ന കടം അത് സംസ്ഥാനം എടുക്കുന്ന വായ്പയുടെ പരിധിക്കകത്ത് പെടുത്തുമെന്ന് തീരുമാനിക്കുകയാണ്. ഒന്നേ ലക്ഷ്യമുള്ളൂ, ആ കമ്പനിയുടെ പ്രവർത്തനം തടയുക. അതൊരു ഭാഗം. അതോടൊപ്പം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നില, സാമ്പത്തികമായി ഞെരുക്കുന്ന നില, ശ്വാസം മുട്ടിക്കുന്ന നില, ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുക, വായ്പ എടുക്കാനുള്ള അനുമതി നിഷേധിക്കുക, തരേണ്ട കാര്യങ്ങൾ തരാതിരിക്കുക, ചെലവിട്ട കാര്യങ്ങൾ തന്നെ നൽകാതിരിക്കുക, അങ്ങനെയുള്ള വിവിധ നടപടികൾ. അവരുടെ ഉദ്ദേശം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തടയണം, ക്ഷേമ പ്രവർത്തനങ്ങൾ തടയണം, നാടിനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾ തടയണം. ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പിന്നീട് ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു, നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചു. മാസം തോറും ഇത്തരമൊരവസ്ഥ വന്നപ്പോൾ ചില മാസങ്ങൾ മുടങ്ങിപ്പോയി. കാരണം അത്ര വലിയ സാമ്പത്തിക ഞെരുക്കം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത് മാസം തോറും ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കും. ഈ വന്ന കുടിശ്ശിക മുഴുവൻ 2 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കും. ഒന്നാമത്തെ വർഷം 2 ഗഡു, ആ 2 ഗഡു ഒന്ന് കൊടുത്തു, രണ്ടാമത്തെ ഗഡു ഈ മാർച്ച് മാസത്തിനുള്ളിൽ കൊടുക്കും. പറഞ്ഞ് അതേപോലെ നടപ്പാക്കുകയാണ്. എന്നാൽ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചത്. നമ്മുടെ ഖജനാവിന്റെ ശേഷി ഉപയോഗിച്ച് മാത്രം നമുക്ക് കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റുമായിരുന്നില്ല. അതിനാണ് നമ്മൾ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. കിഫ്ബി ആ ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞു 2021 ആകുമ്പോഴേക്കും ഇവിടെ 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന്. 21 ആയപ്പോ 50 അല്ല 62,000 കോടി. ഇപ്പോ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ. സഹിക്കുന്നില്ല ആർക്ക്? കേരളത്തിൽ വികസനം നടന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവർക്ക്. കിഫ്ബി എടുക്കുന്ന വായ്പ മുഴുവൻ സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. ഒരു ന്യായം അങ്ങോട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് കിഫ്ബി ഉണ്ട്, നിങ്ങൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള വിവിധ സ്ഥാപനങ്ങളുണ്ടല്ലോ, നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള ആ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടം ഇന്ത്യ ഗവൺമെന്റ് കടത്തിന്റെ പരിധിയിൽ പെടുത്തിയിട്ടുണ്ടോ? അതിന് മറുപടിയില്ല. പറഞ്ഞ മറുപടി, നിങ്ങളുടെ കിഫ്ബിക്ക് വരുമാനമില്ല. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം
സുപ്രീം കോടതിയിലടക്കം ചോദ്യം ചെയ്ത് നിൽക്കുകയാണ്. വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിഫ്ബിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ പുറപ്പെട്ടാൽ കിഫ്ബിയുടെ പ്രവർത്തനം നമുക്ക് തുറന്നു കൊണ്ടുപോകേണ്ടതായിട്ട് വരും. കാരണം കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാത്തതാണ്. അതിന് വഴി എന്ത് എന്ന് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും ആലോചിക്കുക തന്നെ ചെയ്യും. അപ്പൊ നാടിന്റെ വികസനത്തെ തടയാനുള്ള നീക്കങ്ങളാണ്. നാടിന്റെ വികസനം തടയുന്ന നടപടികൾ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ UDF ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. BJP എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഒരു നാടിനോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ പാടുണ്ടോ? എല്ലാ വികസന പ്രവർത്തനങ്ങളെയും, നാട്ടിൽ ഏതു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വന്നാലും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ചില കൂട്ടർ ഇവിടെയുണ്ട്. അവര് നാടിന്റെ താല്പര്യത്തിനെതിരാണ്. അതേ നിലപാടാണ് UDFും BJPയും സ്വീകരിക്കുന്നത്. UDFിനകത്ത് വ്യത്യസ്ത നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാം കാണേണ്ടത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കേരളത്തിലെ എല്ലാ വിഭാഗത്തെയും സാധാരണഗതിയിൽ അകറ്റി നിർത്തേണ്ട വർഗീയ ശക്തികളെ അടക്കം സഹായത്തിന് ഒപ്പം കൂട്ടാമെന്ന നിലയിലേക്ക് UDF എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വർഗീയ ശക്തികൾ കഴിഞ്ഞാടാൻ പറ്റാത്തൊരു നാടാണ് കേരളം. വർഗീയതയുടേതായ ഒരാപത്തും ഇവിടെ സംഭവിക്കുന്നില്ല. നമ്മുടെ നാടിന്റെ പ്രത്യേകത അതാണ്. ഏറ്റവും നല്ല രീതിയിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. കാരണം LDFന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും. ഇതാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത. വർഗീയ ശക്തികള് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല. വർഗീയ ശക്തികൾ അഴിഞ്ഞാടാൻ തീരുമാനിച്ചാൽ കർക്കശമായ നടപടിയിലൂടെ വർഗീയ ശക്തികളെ നേരിട്ടിട്ടുണ്ട്. ആലപ്പുഴയിലെ നിങ്ങളോടത് പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാറ്റിലും കൃത്യമായ നടപടിയാണ് എടുത്തു പോകുന്നത്. പക്ഷേ നാം ആലോചിക്കേണ്ട കാര്യം വർഗീയതയെ അകറ്റി നിർത്തണം. വർഗീയത, ഭൂരിപക്ഷ വർഗീയതയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും കലാപങ്ങളും കൊലകളും കൂട്ടക്കൊലകളും വംശഹത്യയും വരെ നടത്തിയിട്ടുള്ളത്. അത് ന്യൂനപക്ഷത്തിനിടക്ക് സ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഭാഗമായി തെറ്റായ ചില ധാരണകൾ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സൃഷ്ടിച്ചു. അവരാലോചിച്ചത് ഇത്തരത്തിൽ മറുവർഗീയതക്ക് ഇടപെടാമെങ്കിൽ ഞങ്ങൾക്കും അതേപോലെ സംഘടിച്ചുകൂടെ, പരിശീലനം നേടിക്കൂടെ, ആയുധങ്ങൾ ഉപയോഗിച്ചുകൂടെ, അങ്ങനെ ആ മാർഗം ഞങ്ങൾക്കും സ്വീകരിക്കാലോ എന്ന് ചിന്തിക്കുന്ന ചിലര് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുണ്ടായി. അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത രൂപമെടുത്തു. പക്ഷേ നാം കാണേണ്ടത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് പ്രോത്സാഹനമേ ആകൂ. അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണത്. എങ്ങനെ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കാൻ സഹായിച്ചോ അതേ രീതിയിൽ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. ഇവിടെ കാണേണ്ടത് ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഒരു വർഗീയതയും നാടിന് വേണ്ട. വർഗീയതയെ വർഗീയതയോടെ നേരിടാനാവില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല. അങ്ങനെ നേരിട്ടാൽ കൂരിരുട്ടായിരിക്കും ഫലം. ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ്. വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ്. അപ്പോ മതനിരപേക്ഷതയുടെ ഭാഗമായി മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. ആ നിലയായിരിക്കണം നാം വർഗീയത കാര്യത്തിൽ സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ എന്താണ് UDFിന്റെ നില? തൽക്കാലം കുറച്ച് വോട്ട് വേണം, അതിങ്ങ് പോരട്ടെ എന്നാണ്. അത് വർഗീയതയെ കൂട്ടിയായാലും തൽക്കാലം കുറച്ച് വോട്ടും 4 സീറ്റും അതിന് പ്രാധാന്യം കൊടുത്തുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത്. എവിടെ എത്തുന്നു അത്? ഒരുപാട് കാലത്തെ അനുഭവം നമുക്കുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 2016 കേരള നിയമസഭയിൽ ഒരു BJP അംഗം കടന്നു വന്നു. BJPക്ക് അമിത ആഹ്ലാദം. ആദ്യമായിട്ട് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു. അതിന്റെ ആഹ്ലാദം എങ്ങനെയാ ആ ആഹ്ലാദം ഉണ്ടായത്? നിയമത്ത് സാധാരണ കോൺഗ്രസിനുള്ള വോട്ട് കാണാനില്ല. അതെവിടെ പോയി? അത് അന്വേഷിക്കുമ്പോഴാണ് അടുത്ത മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുണ്ടായിരുന്നു.
ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾ. എന്തൊരു രാഷ്ട്രീയ നെറികേടാണെന്ന് നോക്കണം. നേരത്തെ ഇതുപോലെ ഒരുപാട് ആലോചനകൾ നടന്നതാണ്. അതെല്ലാം പുറത്തായി പോയത് കൊണ്ട് നടന്നിരുന്നില്ല. 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോ അതേ നിയമത്ത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു, ഇവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. സഖാവ് ശിവൻകുട്ടി നിയമസഭയിൽ വന്ന് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. തൃശ്ശൂരിൽ നിന്നൊരു BJP സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. BJPക്ക് അമിതാഹ്ലാദം സ്വാഭാവികം. എങ്ങനെയാ ജയം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 86,000 കാണാനില്ല. അതെവിടെ പോയി? അതല്ലേ BJPയുടെ ജയത്തിന് കാരണം. ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങൾ ജയിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്, ജയിക്കുമെന്നും കണക്കാക്കിയതാ. പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങളെ വോട്ട് 16,000 വർദ്ധിച്ചു 2019 നിന്ന്. അത്ര പോരായിരുന്നു എന്ന് പറയാം, പക്ഷെ 16,000 വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങളെ വോട്ട് എവിടെ പോയി? കിട്ടിയ വോട്ട് എവിടെ പോയി? ഇതാണ് നില. താൽക്കാലിക ലാഭത്തിന് വേണ്ടി കളിക്കുന്ന ചില കളികൾ, ആ കളികൾ ഉണ്ടാക്കുന്ന നാശം. ഇപ്പൊ എവിടെ എത്തുന്നു? ഞങ്ങള് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലത്തിലാണ് 3-ാം സ്ഥാനത്തേക്ക് പോയത്. അതിലൊന്ന് പാലക്കാടായിരുന്നു. പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ സ്വാഭാവികമായും ഞങ്ങൾ മത്സരിച്ചു. നല്ല മത്സരം തന്നെ ഇട്ടു. കോൺഗ്രസ് അവിടെ ജയിച്ചു. കോൺഗ്രസ് ജയിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല. ജയിച്ചു. എന്താ പുതുമയുള്ള കാര്യം? ജയിച്ചു കഴിഞ്ഞ ഉടനെ ഒരു കൂട്ടർ രംഗത്ത് വന്നു. വിജയാഹ്ലാദ പ്രകടനം. കോൺഗ്രസ് അല്ല, UDF ആരുമല്ല, SDPI. എന്തേ SDPIക്ക് വിജയാഹ്ലാദം നടത്താനിടയായത് ആദ്യമേ തന്നെ? ഇതാണ് നില. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി, SDPI ഈ 2 വിഭാഗവുമായും വളരെ അടുത്ത ബന്ധം UDF പുലർത്തുന്നു. മാത്രമല്ല ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയാ എത്തിച്ചേരുക? അത് ലീഗും ചിന്തിക്കണം. നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിന്റെ വർഗീയ നീക്കങ്ങളെ ശക്തമായി എതിർക്കാതെ അതുമായി സമരസപ്പെട്ട് ഫലത്തിൽ അതിന്റെ B ടീമായി പ്രവർത്തിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ BJP കടിയറ വെച്ചത് നാം കണ്ടു നിൽക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങൾ, ദുരനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം നേരത്തെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അവിടെയാണ് BJP കയറിയത്. എന്തുകൊണ്ട്? വർഗീയതയെ വേണ്ട രീതിയിൽ എതിർക്കാൻ തയ്യാറായില്ല, അതുമായി സമരസപ്പെട്ടു പോയി. ലീഗ് ഇപ്പോ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ഒക്കെ കൂട്ടി നടന്നാൽ നിങ്ങൾ തന്നെ തകരുന്നതായിരിക്കും നാളത്തെ ഫലം. ആത്മഹത്യാപരമായ നിലപാടാണത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് അവരുടെ അണികളിൽപ്പെട്ടവരടക്കം ഈ നീക്കത്തെ ചോദ്യം ചെയ്യുന്നത്. ഒരു നിലപാട് നാം പൊതുവെ എടുക്കണം. വർഗീയതയുടെ ഭാഗമാകലല്ല. വർഗീയത നാടിനാപത്താണ്. നാടിനാപത്താണെന്ന് കണ്ടുകൊണ്ട് അത് എതിർക്കാനും തുറന്നു കാണിക്കാനും കഴിയണം. മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാവണം. ഈ നിലപാടാണ് ഇടതുപക്ഷവും CPIM-ഉം LDF-ഉം സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ കൂടെയാണ് ജനങ്ങൾ. നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഉയർത്താനാകണം. ഇപ്പോൾ വിവിധ മേഖലകൾ നല്ല രീതിയിൽ വികാസം പ്രാപിച്ചു വരികയാണ്. ആ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അത്തരം പുതിയ ചുമതലകൾ ഏറ്റെടുക്കാൻ നമ്മുടെ ബഹുജനങ്ങൾക്ക് കഴിയണം. ബഹുജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ CPIM പോലൊരു പാർട്ടിക്ക് പൂർണ്ണമായും കഴിയണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിനെല്ലാം ജില്ലയിൽ നേതൃത്വം കൊടുക്കാനുള്ള ജില്ലാ കമ്മിറ്റിയാണ് ഈ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ അത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.